ഇന്നലെ വന്നൊരു മെസ്സേജാണ്. ഡോക്ടറെ, മുഖത്ത് കറുപ്പ് നിറം വരുന്നുണ്ട്, ശരീരത്തിലും കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിലും പലർക്കും ഈ സംശയം ഉണ്ടാവും, നമ്മുടെ സ്കിൻ ടോണ് അല്ലെങ്കിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ ശരീരത്തിൽ വരുന്ന എന്തുകൊണ്ടാണ്. ചിലർക്ക് കഴുത്തിലാവും, തൊടയിടുക്കിൽ വരാറുണ്ട്, ചിലർക്ക് കൈമുട്ടിന്റെ അവിടെ വരുന്നുണ്ട്. കാരണം മുന്നേ ഇത്ര നിറക്കുറവ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ നിറം കുറഞ്ഞു വരുന്നു എന്ന് ഈ ഇടയായിട്ട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഡിസ്കളറേഷൻ, ഒരു കളർ ചേഞ്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്, അതിനെക്കുറിച്ചാണ്. അതിൻ്റെ കാരണങ്ങളും അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പലരും ഒ പിയിൽ വന്ന് ചോദിക്കാറുണ്ട്, പല അസുഖങ്ങളോട് കൂടി വരുന്ന സമയത്ത്. അപ്പം ചിലപ്പോൾ ചോദിക്കും, ഈ കറുത്ത നിറം എന്തുകൊണ്ടാണ് വരുന്നത്, ഇതിന് എന്തെങ്കിലും ഓയിൻമെൻറ്റ് തരുമോ. പക്ഷേ ഓയിൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു പുറത്ത് അപ്ലൈ ചെയ്യുന്ന ക്രീം, അതിന് പകരം നമ്മളത് എന്താണെന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. 2 കാരണങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരിക. ഒന്ന്, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ മെലാനിൻ്റെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കൂടുന്ന സമയത്ത്. ഈ 2 സാഹചര്യത്തിലാണ് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗങ്ങളിലായിട്ട് കറുപ്പ് നിറത്തിൽ ആവുക. നോർമൽ സ്കിൻ ടോണിൽ നിന്ന്. ഇപ്പോൾ നോർമൽ വെളുത്ത ആളുകളിലാണെങ്കിൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ വരും, ഇല്ലെങ്കിൽ കുറഞ്ഞൊരു ഷെയ്ഡായിട്ടുള്ളവരിലാണെങ്കിലും കട്ടി കറുപ്പായിട്ട് വരാം. അപ്പോൾ മെയിനായിട്ട് വരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പലരും കൂടുതലായിട്ട് പറയുന്ന കഴുത്തിൻ്റെ ഭാഗങ്ങളിലാണ്. കാരണം കറുത്ത് വരുന്നുണ്ട്. അത് നമുക്ക് പ്രത്യേകം മനസ്സിലാവും ആ 2 ഏരിയയും. കഴുത്തിൻ്റെ മുകളിൽ വേറെ കളറും കഴുത്തിൻ്റെ ഭാഗം വേറെ കളറുമായിട്ട്. അതുപോലെ കൈയിൻ്റെ മുട്ടിൻ്റെ ഭാഗത്ത്, തൊടയിടുക്കുകളിൽ, ഇത്രയും ഏരിയയിലാണ് മെയിനായിട്ട് കാണാറ്. ശരീരം മൊത്തം വ്യാപിക്കുന്നവരുണ്ട്, കാലിൻ്റെ ആംഗിളിൽ, അതേപോലെ കൈപ്പത്തികളിൽ ഒക്കെ കറുപ്പ് നിറം വരാറുണ്ട്. ഇതിൽ ഹോർമോണൽ ചേഞ്ചസ് വരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് പ്രഗ്നൻസി പീരീഡിൽ പല ആളുകളിലും ഉണ്ടാവാറുണ്ട്. അടിവയറ്റിൽ, അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗത്ത് കളർ ചേഞ്ചസ്. അതുപോലെ അഡോളസൻസിലെത്തുമ്പോൾ, ഈ 18 വയസ്സിന് ശേഷം ആ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വരികയും, ചില ആളുകളിൽ PCOD ഉണ്ടാവുന്ന സമയത്ത് ഈ കഴുത്തിൻ്റെ ഭാഗത്ത് കറുത്ത നിറം വരാറുണ്ട്. അതേപോലെ തന്നെ കക്ഷത്തിൻ്റെ അടിയിലായിട്ടും കൂടുതൽ കറുപ്പ് നിറം വരും. ചില ആളുകളിൽ പീരിയഡ്സിൻ്റെ മുന്നെയോ ശേഷമോ, കൂടുതലും പീരിയഡ്സിൻ്റെ മുന്നേ ആയിട്ട് യോനി ഭാഗത്ത് ചൊറിച്ചിലും അതുപോലെ തന്നെ ചെറിയൊരു ഡിസ്കളറേഷൻ വരും. ഇത്രയാണ് നമ്മൾ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ശ്രദ്ധിക്കേണ്ടത്. ഈ ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ PCODയോടൊക്കെ അനുബന്ധിച്ച് കുറേ ചേഞ്ചസ് ശരീരത്തിൽ വരുന്ന സമയത്ത് പല ശരീരഭാഗങ്ങളിലായിരിക്കും ഈ കറുപ്പ് നിറം വരിക. പിന്നെ മെലാനിൻ്റെ ഡെപ്പോസിഷനാണ്. ഈ മെലാനിൻ എന്ന് പറഞ്ഞ വസ്തു നമ്മളെ ബോഡിയിൽ എവിടെയാണോ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ കറുപ്പ് നിറം ഉണ്ടാവും ആ ഒരു ഭാഗങ്ങളിൽ. ഇത് ചെയ്യാൻ മെയിനായിട്ടൊരു ടെൻഷൻ ഒരു കാരണമാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ കോശങ്ങൾക്ക് ഡാമേജ് വരും. ഈ കോശങ്ങൾക്ക് ഡാമേജ് വരുന്ന സമയത്ത് ഈ മെലാനിൻ്റെ ഡെപ്പോസിഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കറുപ്പ് നിറം കൂടി വരും. പിന്നെ ചെറിയ കുട്ടികളിൽ പലരും പറയാറുണ്ട്, ഡ്രൈ സ്കിൻ ഉണ്ടാകുന്ന സമയത്ത്, സ്കിന്ന് ഡ്രൈ ആവുമ്പോൾ ആ ഭാഗങ്ങളിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസ്, ചെറിയൊരു അലർജീനെയാണ് നമ്മൾ പറയുക, ഡെർമറ്റൈറ്റിസ്, ആ സ്കിന്നിനൊരു ഇൻഫ്ലമേഷൻ വരുന്നതാണ്. അത് കാരണം ചൊറിച്ചിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും, അത് കരപ്പൻ എന്നാണ് നമ്മൾ നോർമൽ കൊളോക്കിയലായിട്ട് പറയുക. ഈ കരപ്പൻ കാരണം അവരുടെ സ്കിൻ ടോൺ ഒന്ന് മങ്ങിയ പോലെയാവും, ഇല്ലെങ്കിൽ അത് വന്ന സ്ഥലത്ത് മാത്രം കറുപ്പ് നിറത്തിലാവുകയും ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ മുതിർന്നവരിൽ എന്തെങ്കിലും ടീനിയ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ, എന്തെങ്കിലും തരത്തിലുള്ള സ്കിന്നിൽ ചൊറിച്ചിൽ ബുദ്ധിമുട്ടുകൾ വന്നവരിൽ ആ വന്ന കറുപ്പ് നിറം പോവാൻ ബുദ്ധിമുട്ടുണ്ടാവലുണ്ട്. അത് പൊതുവേ നമ്മൾ കാണുന്നതാണ്. തടിയുള്ളവരിൽ, ഒബേസ് ആയ ആളുകളിൽ നമ്മുടെ ഭാഗങ്ങൾ ഒരയുന്ന സമയത്ത്, ഇപ്പോൾ മെയിനായിട്ട് തൊടയിടുക്കിലാണ്, തൊടകൾ തമ്മിൽ ഒരയുന്ന സമയത്ത് ആ ഫ്രിക്ഷൻ കാരണം അവിടുത്തെ സ്കിൻ ടോൺ മാറാറുണ്ട്. അത് ഒരു കറുപ്പ് നിറത്തിലേക്ക് പോവാറുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ കറുപ്പ് വന്നു കഴിഞ്ഞാൽ ഓയിൻമെൻറ്റ് യൂസ് ചെയ്യുന്നവർ അത് കണ്ടിന്യൂസ് ആയിട്ട് ഓയിൻമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് നമ്മൾ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ പോവാത്ത രീതിയിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും മെഡിസിൻസ് ഉള്ളിലേക്ക് എടുക്കുക, എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി, ചിലരിൽ ബ്ലഡിൻ്റെ ക്ലോട്ടിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പല സിറ്റുവേഷനിൽ പല മെഡിസിൻസ് എടുക്കേണ്ടി വന്ന ആളുകളുണ്ടാവും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഈ ഒരു ബോഡിയിൽ കറുപ്പ് നിറം ഉണ്ടാവാറുണ്ട്. പിന്നെ ഡൈ അല്ലെങ്കിൽ മുടിയിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, ഹെന്ന, ഇത് ചില ആളുകളിൽ ഇതൊരു അലർജി ഉണ്ടാക്കുന്നത് കാരണം ഈ ഒരു മുഖത്തിൻ്റെ ഏരിയയിൽ
കറുപ്പ് നിറം ഉണ്ടാക്കലുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു ജനറേഷനിൽ 30 കഴിഞ്ഞ പേരിൽ പൊതുവേ കാണുന്ന ഒരു കാര്യമാണ് മെലാസ്മ. മൂക്കിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കറുപ്പ് നിറം വരിക. അപ്പം അതിനെയാണ് നമ്മൾ പറയുന്ന കരിമംഗല്യം അല്ലെങ്കിൽ മെലാസ്മ. ഇത് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ്സ് നിൽക്കാനായവരില്ല പൊതുവെ കണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഒരു ജീവിതശൈലിയും അതുപോലെ തന്നെ ടെൻഷൻ, സ്ട്രെസ് ഒക്കെ കാരണം, അതുപോലെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് മുടിയിലെടുക്കുക, ഈ ഒരു സാഹചര്യത്തിൽ ഒരു 30 എബവ് ഉള്ള ആളുകൾ തന്നെ പൊതുവെ കാണാറുണ്ട്. ഇരുവശങ്ങളിലുമായിട്ട് ഒരു ബട്ടർഫ്ലൈ പോലെയാണ് നമ്മൾ റാഷസ് കാണാറ്. ഡൈ അലർജി ഉള്ളവരിലൊക്കെ നെറ്റിയിലേക്കും ഈ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ഇറങ്ങുന്നുണ്ട്. അതുപോലെ ഹോർമോണൽ ചേഞ്ചസിൽ പറയുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമ്മുടെ ശരീരം ഇൻസുലിനെ പ്രതിരോധിക്കുക. ആ ഒരു സാഹചര്യത്തിൽ ശരീരത്തിൽ കറുപ്പ് നിറം കൂടി വരും. കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ കറുപ്പ് നിറം കൂടുന്നതിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു കാരണമാവുന്നുണ്ട്. അതുപോലെ ഷുഗർ ഉള്ളവരിലും പൊതുവെ കാണാറുണ്ട്. പിന്നെ മെയിൽസിൽ, ബോയ്സിൽ നമ്മൾ പ്രധാനമായിട്ടും രോമകൂപങ്ങളിൽ കറുപ്പ് നിറം ഡാർക്കായിട്ട് കാണലുണ്ട്. കാരണം ആ രോമം എല്ലാ രോമങ്ങളും ഒന്നിങ്ങനെ പൊന്തി നിൽക്കുകയും അതിൻ്റെ അടി നല്ല ഡാർക്കായിട്ടും കാണാറുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ കെരാറ്റോസിസ് ആണ്. കെരാറ്റിൻ എന്ന് പറഞ്ഞ കണ്ടന്റ് അവിടെ രോമത്തിൻ്റെ അടിയിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ബ്ലാക്ക് കൂടുകയും അവിടെ ഒരു കട്ടിപ്പ് വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് പല ആളുകളിലും കാണാറുണ്ട്. അപ്പോൾ ഇത് ഒരു മെലാസ്മയോ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസോ അല്ല, ഹൈപ്പർ കെരാറ്റോസിസ് ആണ്. വെയിൽ കൂടുതലായിട്ട് കൊള്ളുന്നവരിൽ UV റേസ് നമ്മുടെ കോശങ്ങളെ ഡാമേജ് ആക്കുകയും അത് കാരണം നമ്മുടെ സ്കിൻ ടോണിൽ ചേഞ്ച് വരികയും ചെയ്യാറുണ്ട്. ആ ഡാമേജ് ആക്കുന്ന മീൻസ് ഏത് ഭാഗമാണോ കൂടുതലായിട്ട് വെയിൽ കൊള്ളുന്നത് ആ ഭാഗങ്ങളിൽ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു കറുപ്പ് നിറത്തിൻ്റെ ഷെയ്ഡ് അടിക്കുന്ന പോലെ, അത് പലരും സ്പോർട്സൊക്കെ കൂടുതലായിട്ട് പങ്കെടുക്കുന്നവരിൽ ഈ ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ കാണും. അത് UV റേസ് ബോഡിയിൽ തട്ടുന്നത് കാരണം ഉണ്ടാവുന്നതാണ്. അതുപോലെയാണ് സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നവരിലും തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നവരിൽ ഈ ഒരു സ്കിൻ ടോണിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ തൈറോയിഡ്, ഷുഗർ, പ്രഷർ, ഈ ഒരു സാഹചര്യത്തിലും ഒരു ഏജ് 40 കഴിഞ്ഞവരിൽ പൊതുവേ ഈ രീതിയിലുള്ള ഡിസ്കളറേഷൻസ് കാണാറുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ എന്തുകൊണ്ട് ഈ കറുപ്പ് നിറം വന്നു? കാരണം പല വെറൈറ്റി ഓഫ് കാരണങ്ങളാണ് ഈ കറുപ്പ് നിറം വരാനുള്ളത്. അതാണ് ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം എന്തുകൊണ്ട് വന്നു എന്ന് നോക്കാതെ നമ്മൾ ഇതിന് പുറത്തൊരു ഓയിൻമെൻറ്റ് തേച്ച് കഴിഞ്ഞാൽ ആ ഉള്ളത്തെ സിറ്റുവേഷൻ മീൻസ് അതിൻ്റെ കാരണം അവിടെ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പോവാതെ നമ്മൾ ഓയിൻമെൻറ്റ് തേക്കുന്ന സമയത്ത് അത് പോവുകയും ഓയിൻമെൻറ്റ് നിർത്തി കഴിയുന്ന സമയത്ത് അത് പുറത്തു വരികയും ചെയ്യും. അപ്പോൾ എപ്പോഴും അതൊരു കംപ്ലീറ്റ് മാറ്റത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഹോമിയോപ്പതിയിലാണ് ട്രീറ്റ്മെൻറ്റ് തരുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വന്നു നോക്കിയതിന് ശേഷം നിങ്ങളെ മൊത്തം കാര്യങ്ങൾ കേട്ടതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തരാം. അപ്പോൾ നമ്മൾ ജർമ്മൻ പൊട്ടൻസി മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് വരാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷനും നടത്താറുണ്ട്. അപ്പോൾ ഇത് കൺസൾട്ടേഷൻ നടത്താതെ നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ കുറയ്ക്കാമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ, പലരും ഈ ഡ്രൈ സ്കിന്നൊക്കെ ആവുന്ന സമയത്ത് ഓയിൽ തേക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ഈ ഓയിലിന് പകരം ഒന്നെങ്കിൽ കറ്റാർവാഴ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ ആ ഒരു ഷെയ്ഡ് കുറയുകയും ആ ഡ്രൈ ആയിട്ട് നിൽക്കുന്നത് ക്ലിയർ ആവുകയും ചെയ്യാറുണ്ട്. അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നല്ല രീതിയിലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും അസുഖം വന്നതിന് ശേഷം വന്ന കറുപ്പ് നിറമാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ചെറിയ ടീസ്പൂൺ ഓയിലിൽ മഞ്ഞൾ ചാലിച്ചതിന് ശേഷം ആ ഒരു പേസ്റ്റ് ആക്കിയിട്ട് അത് ആ ഭാഗത്ത് തേക്കുക. ഈ കറുപ്പ് നിറം വന്ന ഭാഗത്ത് ഈ ഒരു പേസ്റ്റ് തേക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷെയ്ഡ് മങ്ങി മങ്ങി വരാറുണ്ട്. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം അല്ലെങ്കിൽ PCOD കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു PCOD ക്ലിയർ ആക്കുക അല്ലെങ്കിൽ ഷുഗർ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതൊരു മാറ്റം എന്ന് പറയാൻ പറ്റൂ. കാരണം അല്ലാതെ നമ്മൾ ആ കറുപ്പിന് മാത്രം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റം കിട്ടില്ല. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസും അതുപോലെ PCODയും ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കറുപ്പ് നിറം ഷെയ്ഡായി വരും. പിന്നെ കറുപ്പ് നിറം വന്നതുപോലെ തിരിച്ചു പോവുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ്. അത് സാവധാനം മാത്രമേ ഉള്ളൂ നമുക്കത് മങ്ങി കിട്ടുക. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഹോമിയോപ്പതിയിൽ ഇതിന് നമ്മൾ ഫലപ്രദമായ ചികിത്സ നൽകാറുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.